ബി.ജെ.പിയുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വന്നു കഴിഞ്ഞു. അല്പസമയം മുമ്പാണ് മൂന്നാം ഘട്ട പട്ടിക വന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണ്. കരമന ജയനായിരിക്കും സ്ഥാനാർത്ഥി. നെയ്യാറ്റിൻകരയിൽ എസ് രാജശേഖരൻ നായരാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. മറ്റു സ്ഥലങ്ങളിലെ ഇങ്ങനെയാണ്. പീരുമേട് വി രതീഷ് സ്ഥാനാർത്ഥിയാവും. മാവേലിക്കര അജിമോൻ, പുതുപ്പള്ളി രവീന്ദ്രനാഥ് വാകത്താനമായിരിക്കും ബി.ജെ.പി സ്ഥാനാർത്ഥി. അടൂരിൽ പന്തളം പ്രതാപനാണ് സ്ഥാനാർത്ഥി. ചവറയിൽ കെ.ആർ. രാജേഷ്, ചടയമംഗലത്ത് ആർ.എസ്. അരുൺരാജ്, ചിറയൻകീഴ് ബി.എസ്. അനൂപ്, അരുവിക്കരയിൽ വിവേക് ഗോപൻ, കോവളത്ത് ടി.എൻ. സുരേഷ് ഇവരാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതുവരെ വന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ എം.ടി. രമേശിന്റെ അസാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അത് തീരുമാനമെടുത്തതാണ്. കരമന ജയനായിരിക്കുമെന്ന് ആ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ മത്സരിക്കുന്ന എസ് രാജശേഖരൻ നായർ മുൻപും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നയാളാണ്. ചിറയൻകീഴിലാകട്ടെ ബി.എസ്. അനൂപ്, കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ബി.എസ്. അനൂപാണ് ഇത്തവണ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തെത്തുന്നത് എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരന്റെ സഹോദരനായ പന്തളം പ്രതാപനാണ് അടൂരിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തിയത്. ആർ കിരൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഇതിനകത്ത് മറ്റു പ്രത്യേകതകളൊന്നും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലല്ലോ. ഇപ്പോൾ മൂന്ന് ഘട്ട പട്ടിക വന്നപ്പോൾ എം.ടി. രമേശിന്റെ അസാന്നിധ്യമാണല്ലോ എടുത്തു പറയുവാനുള്ളത്. മഞ്ജുഷ, ഇപ്പോൾ മൂന്നാം ഘട്ട പട്ടികയിൽ 11 പേരുടെ പേരാണ്. അതിലേറ്റവും കൗതുകമുള്ള ഒരു പേരെന്ന് പറയുന്നത് ആർ.എസ്. അരുൺരാജിന്റെ പേരാണ്. ചടയമംഗലത്ത് ആർ.എസ്. അരുൺരാജ് കോൺഗ്രസിന്റെ നേതാവായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു, KPCC സെക്രട്ടറി ആയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ നേതാവായ ആർ.എസ്. അരുൺരാജ് ഇന്നലെയാണ് ബി.ജെ.പിയിൽ ചേർന്നത്. ഇന്നലെ ബി.ജെ.പിയിൽ ചേർന്ന ഒരാൾക്ക് ഇന്നിപ്പോൾ ചടയമംഗലത്ത് സ്ഥാനാർത്ഥിയായിരിക്കുന്നു എന്നാണ്. ഈ സ്ഥാനാർത്ഥിത്വം ഉറപ്പായ ശേഷമാണ് ആർ.എസ്. അരുൺരാജ്. നേരത്തെ പി.സി. ചാക്കോയുടെ അടുത്ത അനുയായിയൊക്കെ ആയിരുന്നു. പി.സി. ചാക്കോ കോൺഗ്രസ് വിട്ടുപോയ ശേഷം കാര്യമായ പോസ്റ്റുകളൊന്നും ആർ.എസ്. അരുൺരാജിന് ലഭിച്ചിരുന്നില്ല. പലപ്പോഴും പോസ്റ്റുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ നിന്നാണ് ഇന്നലെയാണ് ആർ.എസ്. അരുൺരാജ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോയത്. ഇന്നിപ്പോൾ ചടയമംഗലത്ത് ആർ.എസ്. അരുൺരാജ് സ്ഥാനാർത്ഥിയായിരിക്കുന്നു. മറ്റൊന്ന് പീരുമേടാണ്. പീരുമേട് വി രതീഷാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളിയിൽ രവീന്ദ്രനാഥ്, മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി അജിമോനാണ്. അടൂരാണ്. അടൂരിൽ പന്തളം പ്രതാപനാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. പന്തളം പ്രതാപൻ മന്ത്രി സുരേഷ് ഗോപിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന പന്തളം പ്രതാപനാണ് അടൂരിൽ സ്ഥാനാർത്ഥിയാവുന്നത്. ചവറയിൽ കെ.ആർ. രാജേഷ് സ്ഥാനാർത്ഥിയായി വരുന്നു. ചടയമംഗലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യേകത. അരുൺരാജ്, ആർ.എസ്. അരുൺരാജ് സ്ഥാനാർത്ഥിയാകുന്നു. ആർ.എസ്. അരുൺരാജ് ദീർഘകാലമായി 10-20 വർഷത്തിനേറെ കാലമായി KSU കാലം മുതൽ KSUവിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാനതല നേതാവായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനതല ഭാരവാഹിയായിരുന്നു. KPCCയുടെ സെക്രട്ടറി ആയിരുന്നു. ആ അരുൺരാജാണ് ഇപ്പോൾ ചടയമംഗലത്ത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ചിറയൻകീഴിൽ ബി.എസ്. അനൂപ് സ്ഥാനാർത്ഥിയാവുന്നു. ചിറയൻകീഴിലെ സ്ഥാനാർത്ഥി ബി.എസ്. അനൂപും ഇത് തന്നെയാണ്. കോൺഗ്രസിൽ നിന്നെത്തിയ ബി.എസ്. അനൂപാണ് ചിറയൻകീഴിൽ സ്ഥാനാർത്ഥിയായി വരുന്നത്. രമ്യ ഹരിദാസിനെ മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ബി.എസ്. അനൂപ് കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് കൂറുമാറുന്നത്. മറ്റൊന്ന് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇന്നലെ തന്നെ പേര് പുറത്തു വന്നതാണ്. കരമന ജയൻ്റേതാണെന്ന്. കരമന ജയൻ്റെ പേര് നേരത്തെ തന്നെ പുറത്തു വന്നതായിരുന്നു. പിന്നീട് തന്ത്രപൂർവ്വമായി മാറി നിൽക്കുകയായിരുന്നു. കാരണം തിരുവനന്തപുരം 3 മുന്നണികൾക്കും ഒരേപോലെ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അതിന് UDF ആയാലും LDF ആയാലും BJP ആയാലും 3 പേർക്കും കഴിഞ്ഞ കാല കണക്കുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ 3 പേർക്കും വിജയസാധ്യതയുള്ളൊരു മണ്ഡലം. ആ മണ്ഡലത്തിൽ പക്ഷേ CP ജോണാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. CP ജോണിന് എതിരാളിയായി കരമന ജയനാണ് BJPയിൽ നിന്ന് വരുന്നത്. വലിയ പേരുകളൊക്കെ വരും എന്നൊക്കെയുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കുമ്മൻ രാജശേഖരൻ്റെ പേരൊക്കെ നേരത്തെ ആറന്മുളയ്ക്ക് മുമ്പേ ഇവിടെ കേട്ടിരുന്നു. പ്രധാനപ്പെട്ട ഒരു പേര് തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ വരുന്ന, തിരുവനന്തപുരം പഴയ സെൻട്രലാണ്. സെൻട്രൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ നഗരഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. ആ മണ്ഡലത്തിൽ ആണ് അവിടെ BJPക്ക് വലിയ സ്വാധീനമൊക്കെ ഉള്ള മണ്ഡലമാണ്, വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ്. പക്ഷേ അവിടെ കരമന ജയനെ തന്നെയാണ് സ്ഥാനാർത്ഥി. ആദ്യം തീരുമാനിച്ച ആളെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. അരുവിക്കരയിൽ വിവേക് ഗോപനാണ് സ്ഥാനാർത്ഥിയാവുന്നത്. കോവളത്ത് TN സുരേഷ് സ്ഥാനാർത്ഥിയാവുന്നു. നെയ്യാറ്റിൻകരയിൽ S രാജശേഖരൻ നായരാണ്. ഉദയ ഹോട്ടലുകളുടെ ഉടമ ചെങ്കൽ രാജശേഖരൻ നായരാണ് അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്, നെയ്യാറ്റിൻകരയിൽ സ്ഥാനാർത്ഥിയാവുന്നത്. എന്തായാലും 11 അംഗ പട്ടിക കൂടിയാണ് ഇപ്പോൾ മൂന്നാം ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെ വലിയൊരു അത്ഭുതം എന്ന് പറയാനുള്ള ഒന്നുമില്ല. ഇന്നലെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെയും കോൺഗ്രസിലായിരുന്നു, 4 ദിവസം മുമ്പ് വരെയും കോൺഗ്രസിലായിരുന്ന VS അനൂപും ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന RS അരുൺരാജും ഇപ്പോൾ BJP സ്ഥാനാർത്ഥികളായി 2 സ്ഥലത്ത് വരുന്നു എന്നുള്ള പ്രത്യേകതയാണ് അതിൽ പ്രധാനമായുള്ളത്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ, 2 കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ BJP സ്ഥാനാർത്ഥികളായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള പ്രത്യേകത. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയനായിരിക്കും NDA സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.